ഹലോ വെൽക്കം ടു ടു ക്യാൻ. ഇന്നത്തെ വീഡിയോ കലണ്ടറാണ്. 2025 കലണ്ടർ, കിഡ്സ് കലണ്ടറാണ് എങ്ങനെ ഉണ്ടാക്കാനുള്ളതാണ്. അതിനകത്ത് പിക്സാർട്ട് എടുക്കുക. പിക്സാർട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക, ടൂൾസിൽ ക്രോപ്പ് പോയിട്ട് 3:2 കൊടുക്കുക, സ്റ്റിക്കേഴ്സ് പോയിട്ട് പിങ്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ആഡ് ഫോട്ടോ പോയിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ആ കലണ്ടർ എടുക്കുക 2025. അതിൽ ഇറേസറിൽ പോയിട്ട് ആ മേലത്തെ ഫ്ലവറും താഴെ ഒരു വാട്ടർമാർക്ക് ഉണ്ടതും റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിക്കേഴ്സ് പോയിട്ട് എഫക്റ്റ് പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡാർക്ക് കളർ ആക്കാം, അതിൻ്റെ ആവശ്യമില്ല. സ്റ്റിക്കേഴ്സ് പോയിട്ട് മാഷ ദി ബിയർ അല്ലേ, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും സ്റ്റിക്കേഴ്സ് പോയിട്ട് വേറൊരു പിക്ചറും സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് സേവ് ആക്കി കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ അതേപോലെ തന്നെ പിക്സാർട്ട് എടുക്കുക, 3:2 എടുക്കുക, ആഡ് ഫോട്ടോ പോയിട്ട് കലണ്ടർ എടുക്കുക. ഇതും പിൻട്രസ്റ്റ് തന്നെയാണ്. എന്നിട്ട് റേസർ എടുക്കുക, റബ്ബ് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്കേഴ്സ് പോയിട്ട് MCQ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വീണ്ടും സ്റ്റിക്കേഴ്സ് പോയിട്ട് വേറൊരു സ്റ്റിക്കറും എടുത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലായിട്ടും വെച്ച് കൊടുക്കുക. എന്നിട്ടിത് സേവ് ആക്കി കൊടുക്കുക. ഇനി അടുത്തത് സെയിം പോലെ 3:2 കൊടുക്കുക. ചിലപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരില്ല കേട്ടോ. നമ്മൾ സ്റ്റിക്കേഴ്സ് പോയിട്ട് യെല്ലോ ബാക്ക്ഗ്രൗണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ലൈറ്റ് യെല്ലോ ആണ് അവിടെ തന്നെ, അത് ക്രോപ്പ് ചെയ്തിട്ട് സ്ക്രീൻ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. സ്റ്റിക്കേഴ്സ് പോയിട്ട് മിനിയൻസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സ്റ്റിക്കർ എടുക്കുക, അത് വെച്ച് കൊടുക്കുക. രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുക. സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ആഡ് ഫോട്ടോ പോയിട്ട് മാർച്ച് കലണ്ടർ എടുക്കുക. ബ്ലെൻഡ് പോയിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. ഇറേസർ എടുത്തിട്ട് രണ്ട് ഭാഗം റബ്ബ് ചെയ്ത് കൊടുക്കുക. സൈസ് വലുതാക്കിയിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും 3:2 എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതേ സെയിം സ്റ്റെപ്പ് എടുക്കുക. സ്റ്റിക്കേഴ്സ് പോയിട്ട് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് എടുക്കുക. ഫ്രെയിം മൊത്തമായിട്ട് ക്രോപ്പ് ചെയ്ത് വെക്കാം. വീണ്ടും സ്റ്റിക്കേഴ്സ് പോയിട്ട് സ്പോഞ്ച് ബോബ് ഇല്ലേ, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പിക്ചർ എടുക്കുക, സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. വീണ്ടും സ്റ്റിക്കേഴ്സ് പോവുക, വേറൊരു സ്റ്റിക്കർ എടുക്കുക, മറ്റേ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. ആഡ് ഫോട്ടോ പോയിട്ട് ഏപ്രിലിൻ്റെ കലണ്ടർ എടുക്കുക. മേലത്തെ പോർഷൻ റേസർ വെച്ച് റബ്ബ് ചെയ്ത് കൊടുക്കുക. താഴെ ഉണ്ടാവും, അതും റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വലുതാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് സേവ് ആക്കി കൊടുക്കുക. വീണ്ടും അതേപോലെ 3:2 കൊടുക്കുക. സ്റ്റിക്കേഴ്സ് പോയിട്ട് ലൈറ്റ് ബ്രൗൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. എന്നിട്ട് വീണ്ടും സ്റ്റിക്കേഴ്സ് പോയിട്ട് മിസ്റ്റർ ബീൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മിസ്റ്റർ ബീൻ്റെ കാർട്ടൂൺ പിക്ചർ എടുക്കുക. അങ്ങനെ രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. ആഡ് ഫോട്ടോ പോയിട്ട് മൈൻ്റെ കലണ്ടർ എടുക്കുക. ബ്ലെൻഡ് പോയിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. ഇറേസർ കൊണ്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക വേണ്ടാത്ത പോർഷന്. എന്നിട്ട് സേവ് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തതും 3:2 കൊടുക്കുക. സ്റ്റിക്കേഴ്സ് പോയിട്ട് പിങ്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു പിങ്ക് ഷെയ്ഡ് കൊടുക്കുക. എന്നിട്ട് സ്റ്റിക്കേഴ്സ് പോയിട്ട് കൊക്കോമെലൺ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സ്റ്റിക്കർ എടുക്കുക, എന്നിട്ടൊരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. വീണ്ടും സ്റ്റിക്കേഴ്സ് പോയിട്ട് വേറൊരു പിക്ചർ എടുക്കുക. എന്നിട്ട് മറ്റേ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. ആഡ് ഫോട്ടോ പോയിട്ട് ജൂണിൻ്റെ കലണ്ടർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് പോയിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. ഇറേസർ വെച്ചിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. സേവ് ആക്കി കൊടുക്കുക. പിക്സാർട്ടിൽ 3:2 കൊടുക്കുക. സ്റ്റിക്കേഴ്സ് പോയിട്ട് ഗ്രേ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രോപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. വീണ്ടും സ്റ്റിക്കേഴ്സ് പോയിട്ട് ടോം ആൻഡ് ജെറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. വീണ്ടും സ്റ്റിക്കേഴ്സ് പോയിട്ട് വേറൊരു പിക്ചർ എടുക്കാം, മറ്റേ സൈഡിലും വെച്ച് കൊടുക്കുക. ആഡ് ഫോട്ടോ പോയിട്ട് ജൂലൈൻ്റെ കലണ്ടർ എടുക്കുക. ബ്ലെൻഡ് പോയിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. മേലത്തെ പോർഷനും താഴെ പോർഷനും റബ്ബ് ചെയ്ത് കൊടുക്കുക ഇറേസർ വെച്ചിട്ട്. എന്നിട്ട് സേവ് ആക്കി കൊടുക്കുക. വീണ്ടും 3:2 എടുക്കുക. സ്റ്റിക്കേഴ്സ് പോയിട്ട് പിങ്ക് പാന്തർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് സ്റ്റിക്കർ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലായിട്ടും വെച്ച് കൊടുക്കുക.
ആഡ് ഫോട്ടോ പോയിട്ട് ഓഗസ്റ്റിൻ്റെ കലണ്ടർ സെലക്ട് ചെയ്യുക. ആവശ്യമില്ലാത്ത പോർഷന് റബ്ബ് ചെയ്ത് കൊടുക്കുക, താഴെ ഭാഗം റബ്ബ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സേവ് ആക്കി കൊടുക്കുക. നേരത്തെ ചെയ്ത സ്റ്റെപ്പ് 3:2 എടുക്കുക. അതിൽ നമ്മളൊരു ഗ്രേ കളർ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. സ്റ്റിക്കേഴ്സ് പോയിട്ട് ഷോ ഓൺ ദ ഷേപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിക്കർ എടുത്തിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. വേറൊരു സ്റ്റിക്കർ എടുക്കുക, എന്നിട്ട് മറ്റേ സൈഡിൽ വെച്ച് കൊടുക്കുക. ആഡ് ഫോട്ടോ പോയിട്ട് സെപ്റ്റംബറിൻ്റെ കലണ്ടർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് പോയിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. എന്നിട്ട് റേസർ വെച്ചിട്ട് മേലത്തെ ഭാഗവും താഴത്തെ വാട്ടർമാർക്കും കൂടി റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സേവ് ആക്കി കൊടുക്കുക. 3:2 കൊടുക്കുക. സ്റ്റിക്കേഴ്സ് പോയിട്ട് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് സ്ക്രീനിൽ ഫുള്ളായിട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പാസിറ്റിയും ജസ്റ്റ് കുറച്ച് കൊടുക്കുക. സ്റ്റിക്കേഴ്സ് പോയിട്ട് മോട്ടു ഓർ പൊട്ട്ലു അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ എടുത്തിട്ട് രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുക. ആഡ് ഫോട്ടോ പോയിട്ട് ഒക്ടോബറിൻ്റെ കലണ്ടർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് പോയിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. എന്നിട്ട് മേലത്തെ പോർഷനും താഴത്തെ പോർഷനും റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ആക്കി. അടുത്ത് റെഡ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. എന്നിട്ട് സ്ക്രീനിൽ ഫുൾ കൊടുക്കുക. ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. സ്റ്റിക്കേഴ്സ് പോയിട്ട് മിക്കി മൗസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. വീണ്ടും സ്റ്റിക്കേഴ്സ് പോയിട്ട് വേറെ ഒരു സ്റ്റിക്കർ എടുത്തിട്ട് മറ്റേ സൈഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആഡ് ഫോട്ടോ പോയിട്ട് നവംബറിൻ്റെ കലണ്ടർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് പോയിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മേലത്തെ പൊസിഷന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ആക്കി കൊടുക്കുക. 3:2 എടുക്കുക. സ്റ്റിക്കേഴ്സ് പോയിട്ട് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ സ്ക്രീനിൽ ഫുള്ള് കൊടുക്കുക. വീണ്ടും സ്റ്റിക്കേഴ്സ് പോയിട്ട് കുൻഫു പാണ്ട എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. അങ്ങോട്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിക്കേഴ്സ് പോയിട്ട് വേറെ പിക്ചർ എടുക്കുക. അതിന് സൈഡും ചേഞ്ച് ചെയ്തെടുത്തിട്ട് മറ്റു സൈഡിൽ വെച്ച് കൊടുക്കുക. ആഡ് ഫോട്ടോ പോവുക. എന്നിട്ട് ഡിസംബറിൻ്റെ കലണ്ടർ സെലക്ട് ചെയ്യുക. റബ്ബ് ചെയ്യുന്ന പോർഷൻ റബ്ബ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡിൽ മൾട്ടിപ്ലൈ കൊടുക്കുക. എന്നിട്ട് സേവ് ആക്കി കൊടുക്കുക. ഇതൊരു ക്യൂട്ട് കലണ്ടറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെക്കും ബൈ.